ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫാരിങ്സ് ആൻഡ് ലാരിങ്സ് ഏരിയ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓറൽ ക്യാവിറ്റി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓറൽ ക്യാവിറ്റി കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ ഫുഡ് പാസ് ചെയ്യാൻ പോകുന്നത് ഫാരിങ്സ് ആൻഡ് ലാരിങ്സിലേക്കായിരിക്കും. അപ്പോൾ ഓറൽ ക്യാവിറ്റി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഓറൽ ക്യാവിറ്റിയുടെ വീഡിയോ പോയി കാണുക. അതിനുശേഷമാണ് ഫാരിങ്സ് ആൻഡ് ലാരിങ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് പോകാം. ആദ്യം തന്നെ ഫാരിങ്സ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു മസ്കുലാർ ട്യൂബാണ്. ഈ ഒരു ട്യൂബ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നോസിന്റെ പുറകുവശത്താണ്. നോസിന്റെയും മൗത്തിന്റെയും ഒക്കെ പുറകുവശത്തായിട്ടായിരിക്കും ഈ ഒരു ഫാരിങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ആയിരിക്കും ലാരിങ്സ് ഉള്ളത്. സോ നോസ്, മൗത്ത് ആൻഡ് ലാരിങ്സ് ഈ സ്ഥലങ്ങളുടെ ബിഹൈൻഡിലേക്കായിരിക്കും ഫാരിങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 13 സെന്റിമീറ്റർ ലോങ് ആയിരിക്കും ഈ ഒരു ഫാരിങ്സിന്റെ നീളം എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പർ പാർട്ട് എന്ന് പറയുന്നത് വൈഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. അത് ഒരു 3.5 സെന്റിമീറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ലോവർ പാർട്ട് നാരോ ആയിരിക്കും. അപ്പർ പാർട്ട് വൈഡിൽ നിന്ന് നാരോ ഏരിയയിലേക്കാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് അപ്പർ പാർട്ടിന് 3.5 സെന്റിമീറ്ററും ലോവർ പാർട്ടിന് നാരോ ആയിട്ട് ഇരിക്കുന്നത്. പാർട്സ് ഓഫ് ഫാരിങ്സ് എന്ന് പറയുന്നത് 3 പാർട്സ് ഉണ്ട്. നേസൽ പാർട്ട് ഉണ്ട്, ഓറൽ പാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ലാരിഞ്ചിയൽ പാർട്ടും ഉണ്ട്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഈ നമുക്ക് പഠിക്കാനുള്ള ഈ ഫാരിങ്സിന്റെ ഏരിയ തന്നെ ആയിരിക്കും റെസ്പിറേറ്ററി സിസ്റ്റത്തിലും വരാൻ പോകുന്നത്. അപ്പോൾ 2 ചാപ്റ്ററിലേക്ക് കൂടെ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഫാരിങ്സ് പഠിച്ചാൽ മതിയാവും കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു ഓരോ പാർട്ടായിട്ട് പോവാം. നമ്മുടെ നേസൽ പാർട്ട് നോസും ഫാരിങ്സും കൂടെ ഇരിക്കുന്ന നേസൽ പാർട്ട് നേസോ ഫാരിങ്സ് എന്നായിരിക്കും പറയുന്നത്. ഇത് നോസിന്റെ ബിഹൈൻഡിലേക്കായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നോസ് ആയിട്ടാണ്. ഇത് നോസ് എന്ത് ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഫംഗ്ഷന്റെ കാര്യത്തിലും ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചറും ഏകദേശം നോസിന്റെ റിസംബിളൻസ് കാണും. സോ റിസംബിൾസ് നോസ് structurally and functionally. Anteriorly communicate with nasal cavity. Nasal cavityയിലേക്ക് ഇത് ആന്റീരിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കാനും സംസാരിക്കാനും ഒന്നും പാടില്ല എന്ന് പറയുന്നത്. കാരണം അത് നേസോ ഫാരിങ്സിലേക്ക് പോയിട്ട് നമ്മുടെ നോസുമായിട്ടുള്ള ഒരു നേസൽ ക്യാവിറ്റിയിൽ എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇൻഫീരിയർലി കണ്ടിന്യൂസ് വിത്ത് ഓറോഫാരിങ്സ്. അപ്പോൾ ഈ ഒരു നേസോ ഫാരിങ്സ് എന്ന് പറയുന്നത് നോസും അതേപോലെ തന്നെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഇൻഫീരിയർലി ഇതിന് ശേഷം വരുന്നത് എന്താണ്? ഓറോഫാരിങ്സ് ആയിരിക്കും. അത് നമ്മുടെ നെക്സ്റ്റ് പാർട്ടാണ്. Lateral wall of nasopharynx shows the pharyngeal opening of the auditory tube. Auditory tube അല്ലെങ്കിൽ eustachian tube എന്ന് പറയുന്ന ഈ ഒരു ട്യൂബ് ഈ ഒരു nasopharynxന്റെ ആ ഒരു lateral wallലെ ഓപ്പണിംഗിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ near the junction of the roof and posterior wall of nasopharynx there is a collection of lymphoid tissue. ഒരുപാട് lymphoid tissueന്റെ കളക്ഷൻ ഉണ്ട് ഈ ഒരു റൂഫിലും അതുപോലെ തന്നെ posterior wallലും nasopharynxന്റെ, and it is known as pharyngeal or nasopharyngeal tonsils. ഓക്കെ, ബെറ്റർ ഡെവലപ്ഡ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിലാണ് കൂടുതലും ഈ ഒരു ടോൺസിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികളിൽ ടോൺസിലൈറ്റിസ് ഒക്കെ പെട്ടെന്ന് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം നല്ല രീതിയിൽ ഈ ഒരു ടോൺസിൽസ് നല്ല ഡെവലപ്പ് ചെയ്തിരിക്കുകയായിരിക്കും കുട്ടികളിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു enlarged pharyngeal tonsils is known as adenoids. Adenoids എന്നാണ് enlarge ചെയ്തിരിക്കുന്ന ഈ ഒരു pharyngeal tonsilന് പറയുന്ന പേര്. Another collection of lymphoid tissue is present in the nasopharynx. Nasopharynxലും ഇതുപോലെ തന്നെ lymphoid tissue present ആണ്. Auditory tubeന്റെ ബിഹൈൻഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു nasopharynxലെ ടോൺസിൽസിന് പറയുന്ന പേരാണ് ട്യൂബൽ ടോൺസിൽ. അടുത്തതായിട്ട് നമുക്ക് ഓറോഫാരിങ്സിന്റെ ഏരിയയിലേക്ക് പോകാം. ഓറോഫാരിങ്സ് എന്ന് പറയുന്നത് മിഡിൽ പാർട്ട് ഓഫ് ഫാരിങ്സ് ആണ്. കാരണം മുകളിലായിട്ട് നമുക്ക് നേസോഫാരിങ്സ് ഉണ്ട്, താഴെയായിട്ട് നമുക്ക് ലാരിഞ്ചോ ഫാരിങ്സും ഉണ്ട്. അപ്പോൾ മിഡിലായിട്ട് ഇരിക്കുന്നത് എന്താണ്? ഓറോഫാരിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ മിഡിൽ പാർട്ട് ഇസ് നോൺ ആസ് ഓറോഫാരിങ്സ്, സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിയുടെ ബാക്കിലായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള നേസോഫാരിങ്സ് നോസിന്റെ ബാക്കിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓറോഫാരിങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഓറൽ ക്യാവിറ്റിയുടെ ബാക്കായിട്ടാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഒക്കെ തന്നെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. ഈ ഒരു ഓറോഫാരിങ്സ് സുപ്പീരിയർലി എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എന്തുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? സുപ്പീരിയർലി ഓറൽ ക്യാവിറ്റി ഇസ് റിലേറ്റഡ് ടു എന്താണ്? ഓറോഫാരിഞ്ചിയൽ ഇസ്തുമസ്. ഓറോഫാരിഞ്ചിയൽ ഇസ്തുമസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇൻഫീരിയർലി ലാരിഞ്ചിയോ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാറ്ററൽ വാൾ എന്ന് പറയുന്നത് പാലറ്റൈൻ ടോൺസിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പാലറ്റൈൻ ടോൺസിൽ എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ പാലറ്റോഗ്ലോസിയൽ ആൻഡ് പാലറ്റോഫാരിഞ്ചിയൽ ആർച്ചസ്. പാലറ്റോഗ്ലോസിയലും അതേപോലെ തന്നെ പാലറ്റോഫാരിഞ്ചിയലും ആയിട്ടുള്ള ആർച്ചസുമായിട്ട് ലൈ ചെയ്തിരിക്കുകയാണ്. ബിറ്റ്വീൻ ഈ ഒരു ഏരിയയിലാണ് ഇത് ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നോട്ട്സ് ഒക്കെ എഴുതുന്നത് പോയിന്റ് ആയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ലെക്ചർ നോട്ടും ഇങ്ങനെ തന്നെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം, കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് എഴുതാതെ. പക്ഷേ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെയല്ല, കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം. വേണമെങ്കിൽ ഇതുപോലെ ഹെഡിങ്സ് കൊടുക്കാം, ലൈക്ക് സുപ്പീരിയർലി, ഇൻഫീരിയർലി, ലാറ്ററലി, ഈ ഹെഡിങ്സ് ഒക്കെ തന്നെ കൊടുക്കാം. ബട്ട് ആൻസേഴ്സ് എഴുതുമ്പോൾ കംപ്ലീറ്റ് സെന്റൻസിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. ഇത് ജസ്റ്റ് എന്റെ ഒരു ലെക്ചർ നോട്ട് അല്ലെങ്കിൽ നോട്ട് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ പല വാക്കുകളും ഞാൻ ഇടയിൽ സ്കിപ്പ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ലാരിഞ്ചോ ഫാരിങ്സിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ വെച്ച് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നേസോ ഫാരിങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബിഹൈൻഡ് നോസ് ആണ്. ഓറോ ഫാരിങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബിഹൈൻഡ് ഓറൽ ക്യാവിറ്റി ആണ്. അതേപോലെ തന്നെ ലാരിഞ്ചോ ഫാരിങ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബിഹൈൻഡ് ലാരിങ്സ് ആണ്. എക്സ്റ്റെൻസ് ഫ്രം അപ്പർ ബോർഡർ ഓഫ് എപ്പിഗ്ലോട്ടസ് ടു ദ ലോവർ ബോർഡർ ഓഫ് ടൈക്കോയിഡ് കാർട്ടിലേജ്. ഈ ഏരിയയിലൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പർ ബോർഡർ ആയിക്കോട്ടെ, ലോവർ ബോർഡർ ആയിക്കോട്ടെ. അപ്പർ ബോർഡറും ലോവർ ബോർഡറും ഈ ഏരിയാസിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. The lateral wall of laryngopharynx shows a depression. ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ഫോസ ഉണ്ട്. ആ ഒരു ഫോസയ്ക്ക് പറയുന്നതാണ് പിരിഫോം ഫോസ എന്ന് പറയുന്നത്. അവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട് ഈ ഒരു ലാറ്ററൽ വോളിൽ. അതായത് ഒരു കുഴി, ആ ഒരു കുഴി ഉള്ള ഒരു ഏരിയ ഉണ്ട്. അതൊരു ഫോസ അവിടെ ഒരു സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഫോസയുടെ പേരാണ് പിരിഫോം ഫോസ.
വൺ ഓൺ ദ ഈച്ച് സൈഡ് ഓഫ് ഇൻലെറ്റ് ഓഫ് ലാരിങ്സ്. ലാരിങ്സിന്റെ ആ ഒരു ഓപ്പണിംഗിൽ അല്ലെങ്കിൽ ലാരിങ്സിന്റെ ആ ഒരു പാത്തിൽ ആ ഒരു ഇൻലെറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു പിരിഫോം ഫോസ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വേർഡ് ആണ് വാൽഡിയേഴ്സ് റിംഗ്. വാൽഡിയേഴ്സ് റിംഗ് എന്താണ്? റിംഗ് ഓഫ് ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് ടിഷ്യൂവിന്റെ ഒരു റിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓറോ ഫാരിഞ്ചൽ ഇസ്തുമസിലാണ് നമ്മൾ ഇത് കാണുന്നത്. അപ്പൊ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഓറോ ഫാരിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലാണ് ഈ ഒരു റിംഗ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ റിലേഷൻ ടു ഓറോ ഫാരിഞ്ചൽ ഇസ്തുമസ്. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലിംഫോയിഡ് ടിഷ്യൂ ഈ ഒരു ഏരിയയിൽ രണ്ട് ലിംഫോയിഡ് ടിഷ്യൂ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു പാലറ്റൈൻ ടോൺസിൽ ഇല്ലേ, ആ പാലറ്റൈൻ ടോൺസിലിന്റെ റൈറ്റ് പാലറ്റൈൻ ടോൺസിലും അതുപോലെ തന്നെ ലെഫ്റ്റ് പാലറ്റൈൻ ടോൺസിലും ഉണ്ട്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലിംഫോയിഡ് ടിഷ്യൂസ്, രണ്ട് ലിംഫോയിഡ് ടിഷ്യൂസ്. ബാക്കി പാർട്ട് ഏതൊക്കെയാണ്? ട്യൂബൽ ടോൺസിൽ, അതേപോലെ തന്നെ ഫാരിഞ്ചിയൽ ടോൺസിൽ, ലിംഗ്വൽ ടോൺസിൽ. ഇത് എത്രയും തന്നെ ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് റൈറ്റ് പാലറ്റൈൻ ടോൺസിലും ലെഫ്റ്റ് പാലറ്റൈൻ ടോൺസിലും അതുപോലെ തന്നെ ബാക്കി പാർട്സിലായിട്ട് ട്യൂബൽ ടോൺസിലും ഫാരിഞ്ചിയൽ ടോൺസിലും ലിംഗ്വനൽ ടോൺസിലും പ്രസന്റ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമുക്ക് പിക്ചറിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് പാലറ്റൈൻ ടോൺസിൽ. അപ്പോൾ ഇതായിരിക്കും ലെഫ്റ്റ് പാലറ്റൈൻ ടോൺസിലും റൈറ്റ് പാലറ്റൈൻ ടോൺസിലും ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ലിംഗ്വനൽ ടോൺസിൽ പ്രസന്റ് ആണ്, ഫാരിഞ്ചിയൽ ടോൺസിൽ പ്രസന്റ് ആണ്, രണ്ട് പെയർ ആയിട്ട് ട്യൂബൽ ടോൺസിലും പ്രസന്റ് ആണ്. അപ്പോൾ പാലറ്റൈൻ ടോൺസിൽ പെയർഡ് ആണ്, അതുപോലെ തന്നെ ട്യൂബൽ ടോൺസിൽ പെയർഡ് ആണ്, ഫാരിഞ്ചിയൽ ടോൺസിൽ ലിംഗ്വൽ ടോൺസിലും പെയർഡ് അല്ല. ഓക്കെ, മസിൽസ് ഓഫ് ഫാരിങ്സിലേക്ക് വരുവാണെങ്കിൽ 3 പെയേഴ്സ് ഉണ്ട്. 3 പെയേഴ്സ് ആയിട്ടാണ് ഈ ഒരു മസിൽസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ. സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ മസിൽസ് ഉണ്ട് ഫാരിങ്സിൽ. ബാക്കിയുള്ള മസിൽസ് എന്ന് പറയുന്നത് സ്റ്റൈലോ ഫാരിഞ്ചിയസ്, അതുപോലെ തന്നെ സാൽപിഞ്ചോ ഫാരിഞ്ചിയസ്, പാലറ്റോ ഫാരിഞ്ചിയസ്, ഇങ്ങനെയുള്ള 3 അതർ മസിൽസും സിറ്റുവേറ്റഡ് ആണ് ഈ ഒരു ഏരിയയിൽ. അടുത്തതായിട്ട് നെർവ് സപ്ലൈ. അപ്പോൾ ഈ ഒരു ഫാരിങ്സ് ഏരിയയിൽ ഏതൊക്കെ നെർവ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഫാരിങ്സിൽ സപ്ലൈ ചെയ്തിരിക്കുന്ന നെർവ് എന്ന് പറയുന്നത് ഫാരിഞ്ചിയൽ പ്ലക്സസ് ആണ്. ഫോം ചെയ്തിരിക്കുന്നത് മോട്ടോ ഫൈബേഴ്സ് ആണ്. സോ ഫാരിഞ്ചിയൽ പ്ലക്സസ് ആണ് സപ്ലൈ ചെയ്യുന്നത്, നെർവ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു നെർവ് ഫോം ചെയ്തിരിക്കുന്നത് മോട്ടോർ ഫൈബേഴ്സിൽ നിന്നാണ്. ഓൾ മസിൽസ് എക്സെപ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന അതർ മസിൽസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റൈലോ ഫാരിഞ്ചിയസ്. അപ്പം എല്ലാ മസിൽസും ഈ ഒരു ഫാരിഞ്ചിയൽ പ്ലക്സസ് തന്നെയാണ് എല്ലാ മസിൽസിലേക്കും നെർവ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ എക്സെപ്റ്റ് സ്റ്റൈലോ ഫാരിഞ്ചിയസ്. ഈ ഒരു സ്റ്റൈലോ ഫാരിഞ്ചിയസ് മാത്രം ഈ ഫാരിഞ്ചിയൽ പ്ലക്സസ് അല്ല സപ്ലൈ ചെയ്തിരിക്കുന്നത്. പകരം ഇറ്റ് ഇസ് സപ്ലൈഡ് ബൈ ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ്. ഗ്ലോസോ ഫാരിഞ്ചിയൽ നെർവ് ആണ് ഈ ഒരു നെർവിനെ മാത്രം സപ്ലൈ ചെയ്യുന്നത്. ബാക്കി എല്ലാം തന്നെ ഫാരിഞ്ചിയൽ പ്ലക്സീസ് എന്ന് പറയുന്ന നെർവ് ആണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഫോംഡ് ബൈ മോട്ടോർ ഫൈബേഴ്സ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലെ ഫാരിങ്സിലൊക്കെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് തന്നെയാണ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സെക്രീഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ്സ്. ഈ ഒരു സലൈവറി ഗ്ലാൻഡ് എന്തായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് സലൈവ ആയിരിക്കും സെക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്രീഷന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മുടെ മൗത്തിനെ മോയിസ്റ്റ് ആക്കി വെക്കും, അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്റ്റീവും ലൂബ്രിക്കേഷനും ഒക്കെ തരും. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഒരു മ്യൂക്കോസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ നമ്മുടെ മൗത്തിന് തരും, നമ്മുടെ മൗത്ത് ഡ്രൈ ആവാതെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സലൈവറി ഗ്ലാൻസിന്റെ സലൈവ എന്ന് പറയുന്ന സെക്രീഷൻ ആണ്. അപ്പോൾ സലൈവറി ഗ്ലാൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ഇസ് മേജർ സലൈവറി ഗ്ലാൻഡ് ആൻഡ് സെക്കൻഡ് ഇസ് മൈനർ സലൈവറി ഗ്ലാൻഡ്. മേജർ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് സെക്രീഷൻ ഇൻ ടു ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിയിലേക്ക് തന്നെയാണ് സെക്രീഷൻസ് ഇത് പുറത്തേക്ക് വിടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ്? ത്രൂ എ ഡക്ട്. ഒരു ഡക്ട്, ഒരു പാത്ത് വേ അല്ലെങ്കിൽ ഒരു പാത്ത് ഉണ്ട് ഈ ഒരു സെക്രീഷൻ പുറത്തേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ മൈനർ സലൈവറി ഗ്ലാൻസ് ആണെങ്കിലോ ഇങ്ങനെ ഒരു ഡക്ട് ഇല്ല, നോ ഡക്ട്, ഓപ്പൺസ് ഡയറക്ട്ലി ടു ഓറൽ ക്യാവിറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എങ്ങാനും ചോദിക്കുന്നെങ്കിൽ ഇത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ആളെ പഠിക്കാൻ പറ്റുന്നത്. ആദ്യം തന്നെ മേജറിലാണെങ്കിൽ നോട്ട് ഡയറക്ട്ലി ഡിസ്ചാർജ്, ഡു നോട്ട് സെക്രീറ്റ് ഡയറക്ട്ലി ഇൻ ഓറൽ ക്യാവിറ്റി എന്ന് എഴുതാം. മറ്റതാണെങ്കിൽ ഡിസ്ചാർജ് സെക്രീറ്റഡ് ഡയറക്ട്ലി ടു ഓറൽ ക്യാവിറ്റി എന്ന് എഴുതാം. ഇവിടെ അടുത്ത സെന്റൻസ് ആയിട്ട് ഡക്ട് പ്രസന്റ് എന്ന് എഴുതാം, ഇവിടെയാണെങ്കിൽ ഡക്ട് നോട്ട് പ്രസന്റ് എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് സെന്റൻസസ് ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീന്റെ നീളം കൂട്ടാനായിട്ട് പറ്റും. അടുത്തതായിട്ട് 3 പെയേഴ്സ് ഉണ്ട്. മേജർ സലൈവറി ഗ്ലാൻഡിൽ 3 പെയേഴ്സ് ഉണ്ട്. പരോട്ടിഡ് ഗ്ലാൻഡ്, അതുപോലെ തന്നെ സബ് മാൻഡിബുലർ ഗ്ലാൻഡ്, അതുപോലെ തന്നെ സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഇങ്ങനെ 3 ഗ്ലാൻസ് ഉണ്ട്. മൈനർ സലൈവറി ഗ്ലാൻസിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്, ന്യൂമറസ് ഗ്ലാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് 3 പെയേഴ്സേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ന്യൂമറസ് ഗ്ലാൻസ് ഉണ്ട്. ലേബിയൽ ഗ്ലാൻഡ്, ബക്കൽ ഗ്ലാൻഡ്, ലിംഗ്വൽ ഗ്ലാൻഡ് ആൻഡ് പാലറ്റൈൻ ഗ്ലാൻഡ്. ഇങ്ങനെയുള്ള ഗ്ലാൻസ്, ന്യൂമറസ് ഗ്ലാൻസ് ഉണ്ട് മൈനർ സലൈവറി ഗ്ലാൻഡിന്റെ കേസിൽ. അടുത്തതായിട്ട് നമുക്ക് ഓരോ ഗ്ലാൻഡ് ആയിട്ട് വരാം. മേജർ ആയിട്ടുള്ള മേജർ സലൈവറി ഗ്ലാൻഡിലെ ഓരോന്നായിട്ടാണ് പറയാൻ പോകുന്നത്. പരോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ്, അതുപോലെ തന്നെ സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഈ 3 ഗ്ലാൻഡ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ പരോട്ടിഡ് ഗ്ലാൻഡിലേക്ക് വരാം. അപ്പോൾ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പെയർഡ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ആണ് പരോട്ടിഡ് ഗ്ലാൻഡ്. പരോട്ടിഡ് ഗ്ലാൻഡ് നമ്മുടെ ഫേസിന്റെ ആന്റീരിയർ ഒക്കുപ്പൈസ് ദ സൈഡ്സ് ഓഫ് ദ ഫേസ്, ആന്റീരിയർ ആൻഡ് ഇൻഫീരിയർ ടു ദ ഓറിക്കൽ. ഫേസിന്റെ 2 സൈഡിലായിട്ടാണ് ഇത് ഒക്കുപ്പൈ ചെയ്യുന്നത്, ആന്റീരിയറും ഇൻഫീരിയർ ടു ദ ഓറിക്കലും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് പരോട്ടിഡ് ഗ്ലാൻഡ്സ് പ്രസന്റ് ആയിട്ടുള്ളത് ഇൻ പെയർ ആയിട്ട്. പരോട്ടിഡ് സലൈവറി ഗ്ലാൻഡ് ഈ ഒരു ഏരിയയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഇറഗുലർ ആണ്, അതുപോലെ തന്നെ ദേ ആർ ഇറഗുലർ, അതുപോലെ തന്നെ ലോബുലേറ്റഡ് ആണ്, അതുപോലെ തന്നെ യെല്ലോയിഷ് മാസ് ആണ്. യെല്ലോ ആയിട്ടാണ് ഈ ഒരു പരോട്ടിഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈബ്രസ് ക്യാപ്സ്യൂൾ വെച്ച് കവേർഡ് ആണ് ഈ ഏരിയാസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആർട്ടീരിയൽ സപ്ലൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ആണ് ഇവിടെ ആർട്ടീരിയൽ സപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് നെർവ് സപ്ലൈ ഈ ഏരിയയിൽ ആരാണ് കൊടുക്കുന്നത്? സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ആണ് ഈ ഏരിയയിൽ നെർവ്സ് സപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ചെറിയ അപ്ലൈഡ് അനാട്ടമിയാണ്
മംസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മംസ് വൈറസ് കോസ് ചെയ്യുന്ന ഈ ഒരു ഇൻഫെക്ഷൻ പരോട്ടിഡ് ഗ്ലാൻഡിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഈ ഏരിയയിലെ അപ്ലൈഡ് അനാട്ടമിയാണ്. ഈ ഒരു പരോട്ടിഡ് സ്വെല്ലിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുള്ളും അതുപോലെ തന്നെ ഈ ഒരു പെയിൻ നമ്മുടെ ചെവിയിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകും. ഗ്രേറ്റ് ഓറിക്കുലർ നെർവ്, ഈ ഒരു നെർവിലേക്ക് ഇത് റേഡിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പരോട്ടിഡ് ഗ്ലാൻഡിന്റെ റിമൂവൽ എന്ന് പറയുന്നതാണ് പരോട്ടിഡെക്ടമി. അപ്പോൾ എക്ടമി എന്ന് കേൾക്കുമ്പോഴേ ആലോചിക്കുക അതൊന്ന് മുറിച്ച് കളയുക അല്ലെങ്കിൽ കട്ടിങ് അല്ലെങ്കിൽ ഇൻസിഷൻ ആ ഒരു കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ പരോട്ടിഡെക്ടമിയാണ് ഈ ഒരു സർജിക്കൽ റിമൂവൽ ഓഫ് പരോട്ടിഡ് ഗ്ലാൻഡിന് പറയുന്ന പേര്. അപ്പോൾ ഇത് ഒരു ചെറിയ അപ്ലൈഡ് അനാട്ടമിയാണ് ഈ ഒരു പരോട്ടിഡ് ഗ്ലാൻഡിന്റെ. അടുത്തതായിട്ട് സബ് മാൻഡിബുലാർ ഗ്ലാൻഡ് ആണ്, സലൈവറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലാർജ് സലൈവറി ഗ്ലാൻഡ് ആണ്. സബ് മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ജെ ഷേപ്പ് ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. The gland is innervated by branches of submandibular ganglion. ഈ submandibular ganglion എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഇന്നർവേറ്റഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഇതിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. The gland is closely related to facial artery, facial vein, submandibular ganglion, linguinal nerve, hypoglossal nerve. ഈ വക ആർട്ടറീസ് ആൻഡ് നെർവ്സിൽ നിന്ന് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഗ്ലാൻഡ്. അടുത്തതായിട്ട് സബ് ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡ്. സബ് ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സലൈവറി ഗ്ലാൻഡ് ആണ്. അബൌട്ട് 3 to 4 gram മാത്രം ഭാരമുള്ള ഈ ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള സലൈവറി ഗ്ലാൻഡ് ലൈസ് ബിലോ ദ മ്യൂക്കോസ ഓഫ് ദ ഫ്ലോർ ഓഫ് ദ മൗത്തിന്റെ ഫ്ലോറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് അബൌട്ട് 15 ഡക്ട്സ് എമർജ് ഫ്രം ഗ്ലാൻഡ്. ഈ ഒരു ഗ്ലാൻഡിൽ നിന്ന് എത്ര ഡക്ട്സ് ആണ് എമർജ് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് 15 ഡക്ട്സ് എമർജ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഗ്ലാൻഡിൽ നിന്ന്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഓപ്പൺ ഡയറക്ട്ലി ഇൻ ടു ദ ഫ്ലോർ ഓഫ് ദ മൗത്ത്. ഒരുപാട് ഡക്ട്സ് ഉണ്ട്, അതിൽ കുറച്ച് സബ് മാൻഡിബുലർ ഡക്റ്റിലേക്ക് ജോയിനും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഫെക്ഷൻ ഓഫ് ദ സലൈവറി ഗ്ലാൻഡ്, ഈ ഒരു സലൈവറി ഗ്ലാൻഡിന്റെ ഏരിയയിലെ അപ്ലൈഡ് അനാട്ടമിയാണ്. ഇൻഫെക്ഷൻ ഓഫ് ദ സലൈവറി ഗ്ലാൻഡ് ഈസ് നോൺ ആസ് സിയാലൈഡനൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ഓഫ് സലൈവറി ഗ്ലാൻഡ് ആണ്. ഇതെനിക്ക് പറയാൻ നല്ല പാടാണ് ഈ ഒരു വാക്ക്, സിയാലൈഡനൈറ്റിസ്. അടുത്ത റിമൂവൽ ഓഫ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് സിയാലൈഡനെക്ടമി. എക്ടമി പിന്നെയും കണ്ടല്ലോ, റിമൂവൽ ആണ്, റിമൂവ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എക്ടമി 2 വാക്ക് ഇതിനകത്ത് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഈ വാക്കുകൾ ഇതൊക്കെ തന്നെ ഈസിയാണ്. എന്തെങ്കിലുമൊക്കെ റിമൂവലൊക്കെ ഈ ഒരു എക്ടമി ഒക്കെ വരും, അത് വെച്ചിട്ട് ഒരു അപ്ലൈഡ് അനാട്ടമി ഒക്കെ എഴുതി കൊടുത്താൽ ഒരു ഇംപ്രഷൻ കിട്ടും, മാർക്കും കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തിരിക്കുക. 3 മേജർ ആയിട്ടുള്ള സലൈവറി ഗ്ലാൻഡ്സ്, അതായത് പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്മാൻഡിബുലർ ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ ഗ്ലാൻഡ്സ്, ഇതിന്റെയൊക്കെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് പഠിക്കുക. സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ് ഷോർട്ട് നോട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡിവിഷൻ, ഈ ഒരു മേജർ ആൻഡ് മൈനർ സലൈവറി ഗ്ലാൻഡ്സിന്റെ ഏരിയ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. സ്കിപ്പ് ചെയ്യാനുള്ള പോർഷൻസ് ഒന്നും തന്നെ ഇതിനകത്തില്ല കേട്ടോ. പിന്നെ ഫാരിങ്സിന്റെ ഡിഫറെന്റ് പാർട്സ്, ഓറോ ഫാരിങ്സ് ആയിക്കോട്ടെ, ലാരിഞ്ചോ ഫാരിങ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നേസോ ഫാരിങ്സ് ആയിക്കോട്ടെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ഇത് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്മോൾ പോർഷൻ ഫാരിങ്സിന്റെ ഏരിയ. നെക്സ്റ്റ് വീഡിയോയിൽ ഈസോഫാഗസുമായിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.